ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം എല്ലാവരും സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ? എനിക്ക് സമാധാനവും സന്തോഷവും സൗഭാഗ്യപൂർണവുമായ ജീവിതം തരണമെന്നും അല്ലലില്ലാതെ കാക്കണമെന്നുമെല്ലാം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിനെ കുറിച്ച് അറിയാമോ? അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ഒരു ജനതയെ ഭരിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും തരണമേ എന്നാണ് അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഒരിക്കൽ ശലോമോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ 2 സ്ത്രീകൾ വന്നു. ഒരു സ്ത്രീ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ രാജാവേ, ഞങ്ങൾ 2 പേരും ഒരു ഭവനത്തിലാണ് വസിക്കുന്നത്. ഞാൻ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവളും ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇവൾ രാത്രിയിൽ കഠിനമായ ഉറക്കത്തിനിടയിൽ ഇവളുടെ കുഞ്ഞിൻ്റെ മേൽ കിടന്ന് ആ കുഞ്ഞ് മരിച്ചുപോയി. ഇവൾ മരിച്ചുപോയ ആ കുഞ്ഞിനെ എൻ്റെ സമീപം കിടത്തി, എൻ്റെ ജീവനുള്ള കുഞ്ഞിനെ അവളുടെ അടുക്കലും. നേരം വെളുത്ത് എൻ്റെ കുഞ്ഞിനെ എടുത്തപ്പോൾ അതെൻ്റെ കുഞ്ഞല്ല എന്നും അത് മരിച്ചിരിക്കുന്നതായും ഞാൻ മനസ്സിലാക്കി. ഇത് കേട്ട മറ്റേ സ്ത്രീ പറഞ്ഞു: അല്ല, കള്ളമാണ്, ജീവനുള്ള കുട്ടി എൻ്റേതാണ്, മരിച്ചത് ഇവളുടേതെന്നും. ഇത് കേട്ട ശലോമോൻ രാജാവ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ 2 പേരും പരസ്പരം കള്ളത്തരം പറയുന്നു. അതിനാൽ ജീവനുള്ള ഈ കുട്ടിയെ 2ആയി മുറിച്ച് 2 പേർക്കും നൽകൂ. ഇത് കേട്ട യഥാർത്ഥ മാതാവിൻ്റെ ചങ്ക് കത്തി. അവൾ പറഞ്ഞു: അല്ലയോ രാജാവേ, ദയവായി അതിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. അത് കേട്ട മറ്റേ സ്ത്രീ: ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ട, അതിനെ 2 ആക്കൂ എന്ന് പറഞ്ഞു. ശലോമോൻ രാജാവ് ഇത് കേട്ട്: കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്, അതിനെ ഈ കരഞ്ഞു നിലവിളിക്കുന്ന സ്ത്രീക്ക് കൊടുക്കുക, അവളാണ് യഥാർത്ഥ അമ്മ എന്ന് പറഞ്ഞു. നോക്കൂ സുഹൃത്തുക്കളെ, എത്ര വിവേകത്തോടെയും സൂക്ഷ്മതയോടെയുമാണ് ഈ രാജാവ് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തിയത്. അമ്മയെന്നുള്ള 2 അക്ഷരത്തിന് അർത്ഥതലങ്ങൾ നിരവധിയാണ്. പ്രസവിച്ചയുടൻ സ്വന്തം കുഞ്ഞിനെ ഒന്ന് താലോലിക്കാതെ ചെകുത്താൻ്റെ മനസ്സോടെ കൊന്നുകളയുന്നവർ, കുഞ്ഞുങ്ങളെ പുഴയിലേക്ക് വലിച്ചെറിയുന്ന അമ്മമാർ, ഇങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ നിസ്സാരം നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നും പറമ്പിൽ നിന്നും കല്ലെറിഞ്ഞോടിക്കുന്ന മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മുല കൊടുത്ത് സംരക്ഷിക്കുന്നുവെന്നും വെയിലും മഴയും മഞ്ഞും ഒന്നും ഏൽക്കാതെ സംരക്ഷണ കവചത്തിനുള്ളിൽ ആക്കിയിരിക്കുന്നുവെന്നും കണ്ട് അതിശയപ്പെടുക.